ഹലോ എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാസ്റ്റർ ലോക്ക് ടെക്നിക്കാണ്. മാസ്റ്റർ ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്കുകളുടെ ഇടയിൽ തന്നെയുള്ള ഒരു ഡേഞ്ചറസ് കുറച്ച് ടെക്നിക്കുകളാണ് നമ്മൾ മാസ്റ്റർ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ലോക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ലോക്കിൻ്റെ ഒന്നാമത്തെ ടെക്നിക്കാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇത് ലോക്ക് ആകുന്നതിന് മുമ്പ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. അതായത് നമ്മളെ പിടിക്കുന്ന ആൾ ഫുൾ ലോക്ക് ആക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എസ്കേപ്പ് ആകാനുള്ളൊരു ടെക്നിക്കാണിത്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഒപ്പോണൻറ്റ് നമ്മളെ കയറി പിടിക്കുന്നു. ഈ ടൈറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ഈ ടൈറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി പിടിക്കുന്നു, നേരെ കൈ മുകളിലേക്ക് പൊക്കുക ചെയ്യുന്നത്. പൊക്കി ഈ ഒരു കൈ മാക്സിമം നമ്മൾ അടുപ്പിച്ച് പിടിക്കും. അടുപ്പിച്ച് പിടിച്ചിട്ട് നേരെ താഴോട്ട് ഇരിക്കുക ചെയ്യുന്നത്. ഇരിക്കുമ്പോൾ നമുക്ക് ലോക്ക് ആക്കുന്നതിന് മുമ്പ് തന്നെ ആൾ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പായി പോകും. കയറി പിടിക്കുന്നു, കൈ മുകളിലേക്ക് ഉയർത്തുന്നു, താഴോട്ടിരിക്കുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ഒന്നെങ്കിൽ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ട് രക്ഷപ്പെടുവോ എസ്കേപ്പ് ആവുമോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ടെക്നിക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ അത് നമുക്ക് എഫക്റ്റീവായിട്ട് വരത്തുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ കയറി ചെല്ലുന്നു. ഇത് ലോക്കായി കഴിഞ്ഞിട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. കയറി ചെല്ലും, ലോക്കാക്കി കഴിയുമ്പോൾ സിമ്പിളായിട്ട് ഈ മുകളിലേക്ക് എന്താണെങ്കിലും നമ്മൾ ലോക്കാക്കുമ്പോൾ കൈ വരും. ആ കൈ ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ മുഖത്തേക്കാണ് വരുന്നത്. ആ മുഖത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്കൊന്ന് ജസ്റ്റ് കൈ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നാ ശക്തനാന്ന് പറഞ്ഞാൽ അയാൾ ആ സമയത്ത് കൈ വിടും. കൈ കണ്ണിലേക്ക് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം തന്നെ നമ്മുടെ കൈ വിടും. കൈ എന്താണല്ലോ അയാൾ, കാരണം കണ്ണായതുകൊണ്ട് തന്നെ ആരും അത്ര റിസ്ക് എടുക്കാൻ പോകത്തില്ല. കയറി പിടിക്കുന്നു, കൈ മടക്കുന്നു, നേരെ കണ്ണിലേക്ക് കൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൈ വിടും. വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് രണ്ട് ചെറിയ ട്രിക്കും കൂടെ ഉണ്ട്. അത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല, എങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഒപ്പോണൻറ്റ് നമ്മളെ ഇങ്ങനെ പിടിച്ചേക്കണം. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ കാല് രണ്ടും അടുത്തടുത്തായിരിക്കുന്നു. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഈ കാലെടുത്തിട്ട് ഉപ്പൂറ്റ് കൊണ്ട് നമ്മുടെ കാലിട്ടൊന്ന് ചവിട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് രക്ഷപ്പെടാൻ പറ്റും. കയറി പിടിക്കുന്നു, കാലിട്ട് ചവിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ എല്ലിന് ബലം കുറവായതുകൊണ്ട് തന്നെ ആ എല്ല് പൊട്ടാനും നല്ല വേദന എടുക്കാനും സാധ്യതയുള്ളതുകൊണ്ട് നമ്മളപ്പം തന്നെ വിട്ടുപോകും. അടുത്തൊരു ടെക്നിക്കാണ്, പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടുകാലിട്ട് ചവിട്ടാൻ പറ്റും. പിടിക്കുന്നു, മുട്ടിലിട്ട് ചവിട്ടുന്നു. അപ്പോൾ നല്ല ബലമൊക്കെ ഉള്ള ആളാണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത ടെക്നിക്കാണ്, നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ ആ സിറ്റുവേഷൻ നോക്കി നമുക്ക് ഗ്രോയിൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സിറ്റുവേഷൻ നോക്കി മാത്രം. ചിലപ്പം പിടിക്കുന്ന ആൾ നല്ല സ്ട്രോങ്ങിൽ കാലടുപ്പിച്ച് വെച്ചോ അല്ലെങ്കിൽ കാല് കയറ്റി ഈ രീതിയിലൊക്കെ പിടിക്കുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആൾ ഈ ഒരു ടൈപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രോയിൻ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നിൽക്കുന്ന ആൾ ഇപ്പോൾ തന്നെ കാല് പുറകോട്ടൊന്ന് എടുത്തിട്ട് മുകളിലേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രോയിൻ അറ്റാക്ക് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കാം.